ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നിവിടെ മഷ്റൂം കൊണ്ടുള്ള ഒരു ചെറിയ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായി നമ്മളിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് നന്നായി അതിനെ കഴുകിയെടുക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് 2 സവാള, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കരിവേപ്പില എന്നിവയാണ്. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളിത് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് ഇതൊന്ന് ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. നമുക്കാദ്യം മഷ്റൂമിൻ്റെ കൃഷി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിച്ചതാണ്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളത് ചിപ്പിക്കൂണാണ്. ഇനി പാടത്തു നിന്ന് കിട്ടുന്ന അരിക്കൂണും ഈ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മഷ്റൂം മുഴുവനായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കാം. സവാളയും മഷ്റൂം അരിഞ്ഞതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കാം. സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. പാൻ നല്ല രീതിയിൽ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അല്പം കടുകെടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, മഷ്റൂം, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂം എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ തന്നെ ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഊറി വരുന്നത് കാണാം. ഇതിൽ വെള്ളം വറ്റുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 തക്കാളിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഇതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് കുറച്ച് വെന്ത് വന്നതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിട്ടതിന് ശേഷം അധികം നേരം വേവിക്കേണ്ട കാര്യമില്ല. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണിത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മഷ്റൂം കൊണ്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.